അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നാം ഓരോരുത്തരും ഓരോ നാളുകളിൽ പകർത്തി വെക്കേണ്ട, നിർബന്ധപൂർവം ഓരോരുത്തരും ചൊല്ലേണ്ട ഒരു ദിക്റിനെ കുറിച്ച് പരിചയപ്പെടുത്താം. ഈ ഒരു ദിക്ർ അത്ഭുതമാണ്, മഹാ അത്ഭുതമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളമായി ചൊല്ലാൻ കഴിയണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, ഈ ദിക്ർ നിങ്ങൾ ധാരാളം ചൊല്ലുക. കാരണം ഈ ഒരു ദിക്ർ സ്വർഗത്തിന്റെ കൻസാണ്, നിധിയാണ്. അതുകൊണ്ട് ഈ ദിക്ർ നിങ്ങൾ ധാരാളം ചൊല്ലുക. ഈ ഒരു ദിക്റിന്റെ മഹത്വം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ ഒരു ദിക്ർ നിങ്ങൾ രാവിലെ 3 തവണയും വൈകുന്നേരം 3 തവണയും ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലി പതിവാക്കുക. ചുരുങ്ങിയത് 3 തവണ രാവിലെ, വൈകുന്നേരം 3 തവണയെങ്കിൽ നിങ്ങൾ പതിവാക്കണം. അങ്ങനെ നിങ്ങൾക്ക് പതിവാക്കി വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മഹത്വം ദുനിയാവിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ആഖിറത്തിൽ ഉന്നത പദവി ലഭിക്കും. അത് മാത്രമല്ല, ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന മഹത്വമാണ് കാന ദവാഅൻ 99 ദാഅൻ ഐസറുഹാ അമ്മു. അദ്ദേഹത്തിന്റെ 99 രോഗങ്ങൾക്കത് പ്രതിവിധിയാണ്. 99 രോഗങ്ങൾ അതിനിക്കുള്ള മരുന്നാണ്, ഔഷധമാണ്. ആ രോഗങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന രോഗമായി എണ്ണിക്കണക്കാക്കിയത് ഹമ്മ്, ടെൻഷനാണ്. അപ്പോൾ ടെൻഷന് വരെ നമുക്ക് നീങ്ങിക്കിട്ടും. അതിന്റെ മുകളിലുള്ള എത്രയോ ഭയാനകരമായ രോഗങ്ങൾ നമുക്ക് അല്ലാഹു തആല മാറ്റി തരികയാണ്. ഈ ഒരു ദിക്ർ രാവിലെ 3 വൈകുന്നേരം 3 തവണ ചൊല്ലിയാൽ മറ്റൊരു മഹത്വമാണ്. ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ കശഫല്ലാഹു അൻഹു 70 ബാബൻ മിന അദ്ദുർ അദ്നാഹുന്ന അൽ ഫഖർ. അദ്ദേഹത്തിന്റെ 70ഓളം വാതിലുകൾ, 70ഓളം പ്രയാസങ്ങളുടെ വാതിലുകൾ അല്ലാഹു തആല അടച്ചു കളയും. അതിൽ ഏറ്റവും താഴ്ന്ന പ്രയാസമായി എണ്ണിക്കണക്കാക്കിയത് ഫഖറാണ്, ദാരിദ്ര്യമാണ്. കയ്യിൽ തീരെ പണമില്ല, സാമ്പത്തിക പ്രയാസം, സാമ്പത്തിക പ്രതിസന്ധി അദ്ദേഹത്തിന് വരികയില്ലെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ ഒരു ദിക്ർ. ഏതാണ് ആ ദിക്ർ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ദിക്ർ എല്ലാവരും ഇന്നു മുതൽ പതിവാക്കണം. നമുക്കെയും ആഴ്ചയിൽ ചൊല്ലിവരുന്ന മജ്ലിസിൽ നമുക്ക് ചൊല്ലാറുണ്ട്, 100 തവണ ചൊല്ലാറുണ്ട്. അല്ലാഹു അതൊക്കെയും സ്വീകരിക്കുമാരാകട്ടെ. എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.